ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്ന് കുറച്ച് ലേറ്റായി എഴുന്നേൽക്കാൻ, അതുകൊണ്ട് ഇന്ന് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാൻ ഇത് പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ചോപ്പറാണ്. എൻ്റെ പഴയ ചോപ്പറിൻ്റെ മൂടി എങ്ങനെ ഉരുകിപ്പോയി. അതിപ്പം വർക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങിയതാണ്. കൊള്ളാം, നന്നായിട്ട് പെട്ടെന്ന് എല്ലാം അരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. കുറേ വെജിറ്റബിൾസും പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മയണൈസൊക്കെ ചേർത്ത് കഴിയുമ്പോൾ സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് റെഡിയാവും. പിന്നെ നമ്മുടെ സാധാരണ തവയിൽ വെച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ സംഭവം സെറ്റ്. അപ്പോൾ രാവിലെ ചേട്ടൻ ഈ കാറിന് ചുറ്റിനും നടക്കുന്നത് നമ്മുടെ കാറിൻ്റെ ടയർ പഞ്ചറായിട്ട് 2-3 ദിവസമായി. എന്നാൽ തന്നെത്താനെ ചേട്ടൻ ടയർ മാറ്റാനൊക്കെ നോക്കി സ്റ്റെപ്പിനെയൊക്കെ ഉപയോഗിച്ച്, പക്ഷേ പറ്റിയില്ല. സ്റ്റെപ്പിനി എന്തോ കറക്റ്റായി വർക്ക് ആവുന്നില്ലായിരുന്നു. പിന്നെ അവസാനം നമ്മൾ റോഡ് സർവീസിനെ വിളിച്ചു. അവർ വന്ന് ചടപടേന്ന് മാറ്റി തന്നു കേട്ടോ. റോബോട്ടിക് പട്ടി പ്രോഗ്രാം ചെയ്യാം. ഇതിനാന്നോടെ നിങ്ങൾ നടക്കാൻ പോയത്? എനിക്ക് തക്കാളി, അവന് റോബോട്ടാ. ഇന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയെ. അതുകൊണ്ടാ എന്തൊക്കെയാടാ കഴിച്ചേ? ആ പോകണമായിരുന്നു, വിളിച്ചപ്പോ എന്താ പോവാഞ്ഞ്? അപ്പൊ കിടന്ന് ഡാൻസ് കളി വരൂല. അപ്പൊ പിന്നെ വീണ്ടും കിട്ടൂല. അപ്പൊ ഈ പട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛൻ പുതിയ പട്ടി മേടിച്ചു കൊടുക്കുമെന്ന് എന്താ വെച്ചാൽ മേടിക്കും. അത് വീട്ടിലെ മര്യാദക്ക് ഇരുന്നോളൂ. ആഹാരം കൊടുക്കണ്ട. നോക്കട്ടെ. എന്താ പേരെന്തോ? അയ്യോ, വിവാൻകുട്ടി കഴിച്ച കേക്ക് ഇതായിരുന്നു കേട്ടോ. ഈ കേക്കിൻ്റെ പേരിലാണ് വഷിക്കുട്ടി അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, കാരണം അവിടെ പാഴ്സലില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ഈവനിങ് ആയി, വിളക്കൊക്കെ കത്തിച്ചു. അപ്പം ഇന്ന് പെട്ടെന്ന് ഒരു കഞ്ഞി കുടിക്കാൻ ഒരു മോഹം തോന്നി. അപ്പം പയറും ഉഴുന്നും ഒക്കെ ഇട്ട് ഞാൻ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ പശുക്കുട്ടിക്കും വിവാനത് വലിയ താല്പര്യമില്ല. സാധാരണ കഞ്ഞിയാണ് അവർക്ക് ഇഷ്ടം, ചോറ് കൊണ്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ വെക്കാറില്ലായിരുന്നു. ചേട്ടന് പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കഞ്ഞിയാണ് ഉഴുന്നും കഞ്ഞി. അപ്പം ഞാൻ അതിൻ്റെ കൂടെ പയറും കൂടി ഇട്ടിട്ട് കുറച്ച് ജീരകവും ഇച്ചിരി ഉലുവ കേട്ടോ, ഒരു നുള്ളു ഉലുവയും പിന്നെ വെളുത്തുള്ളിയും നമ്മുടെ പെപ്പറും കൂടെ ഒന്ന് ചതച്ച് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4-5 വിസിലടുപ്പിക്കണം. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് വെന്ത് കുഴയുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ അത് അവിടെ നിന്ന് വേവുന്ന സമയത്തുള്ളിൽ നമുക്കിനി ചമ്മന്തി അരയ്ക്കാം. ഞാൻ ആദ്യം ചുട്ടരച്ച് ചമ്മന്തി അരയ്ക്കാനാണ് വിചാരിച്ചത്, പിന്നെ നോർമലാക്കി. എന്തോ പെട്ടെന്ന് പ്ലാൻ മാറി. ഇഞ്ചിയും പുളിയും വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പം ഇനിയിപ്പം നമ്മുടെ കഞ്ഞിയും കൂടെ ഒന്ന് വേവണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വിസിലടിക്കുന്ന സമയത്തുള്ളിൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാനും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് വീട്ടിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് പാൽ കഞ്ഞി ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷേ അത് തേങ്ങാപ്പാലല്ല കേട്ടോ, സാധാരണ പാൽ ഒഴിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതിലും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന്. വശിക്കുട്ടിയും വിവാനെ ഇത് കുടിപ്പിക്കുകയും വേണം. അവർക്ക് ഈ കഞ്ഞിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ, ആ ചൂടിൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പം നമ്മുടെ കഞ്ഞി സെറ്റായി. എന്നാൽ പിന്നെ ഒരു പപ്പടം കൂടെ അങ്ങ് വറുത്തേക്കാന്ന് വെച്ചു. ആകെ കുറച്ച് പപ്പടം ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അതാകുമ്പോൾ കുറച്ച് എണ്ണ മതി. ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്തു. അപ്പം നമ്മുടെ കഞ്ഞിയും റെഡിയായി, ചമ്മന്തി, പപ്പടം, പിന്നെ എന്ത് വേണം. എല്ലാവരും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വീണ്ടും വീണ്ടും ചോദിച്ചു കുടിക്കുമായിരുന്നു ഇനിയുണ്ടോ എന്ന്. ഞാൻ കറക്റ്റായിട്ട് എല്ലാവർക്കും കൊടുത്തു. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കഞ്ഞിയായിരുന്നു കേട്ടോ. നമുക്കധികം കാർബ്സ് എന്ന് പറയാനോ അതിലില്ല, കാരണം അരിയൊന്നും ഞാൻ ചേർത്തിട്ടില്ലല്ലോ. ഉഴുന്നും
പയറ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. ഇനിയിപ്പം കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീരും. പാത്രമൊക്കെ ഞാൻ ഡിഷ് വാഷറിലേക്ക് ഇട്ടു കഴുകാൻ. അതാകുമ്പോൾ പെട്ടെന്ന് കഴുകി കിട്ടും. നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഉണങ്ങി നമ്മുടെ പാത്രമൊക്കെ സൂപ്പറായിട്ടിരിക്കും. പിന്നെ എടുത്ത് നമുക്ക് കബോർഡിൽ വെച്ചാൽ മതി. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി ഫ്ലാസ്കിലേക്ക് എടുക്കുകയാണ്. നേരത്തെ ബോട്ടിൽ വെള്ളം കൊണ്ട് വെക്കുമായിരുന്നു. അത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് തണുത്ത് പോകും. ഒന്നാമത് ഇവിടെ വിൻ്റർ സമയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തണുത്ത വെള്ളം കുടിക്കാനും തോന്നുമില്ല. You're a good soldier, choosing your battles. Pick yourself up and dust yourself off, get back in the saddle. You're in the front line, everyone's watching. You know it's getting closer, this isn't over. The pressure's on, you feel it, but you gotta all believe it. When you forget up, if you forget up, Samina Zangaleva. This time for Africa, Samina, waka waka, Samina Zangaleva. This time for Africa. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴേ നല്ല തണുപ്പുണ്ടായിരുന്നു. വെളിയിൽ വന്ന് നോക്കിയപ്പോൾ ഫുള്ളിങ്ങനെ മഞ്ഞ് മൂടി ഫുള്ളിങ്ങനെ ഫ്രോസ്റ്റിംഗ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. പക്ഷേ ചൂടൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. വർഷിക്കുട്ടിക്കും വിവാനും ഞാൻ സ്കൂളിലേക്ക് ഇതാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കൂടെ ഞാൻ നേരത്തെ തന്നെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരിടം വരെ പോകണം. അപ്പോൾ ഏട്ടൻ ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്തതുകൊണ്ട് പിന്നെ ഏട്ടൻ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ എടുത്ത് കഴിച്ചോളും. അപ്പോൾ രാവിലെ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻകറി ആകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും സെറ്റായിരിക്കുമല്ലോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മീൻ കഴുകുകയോ എടുക്കുകയോ ഒന്നും വേണ്ട. ഇപ്പം ഞാൻ കാണിച്ചു തരാം മീനിനെ. അപ്പം രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. പുളി ഞാൻ ചേർക്കുന്നില്ല. അതിന് പകരം കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയ്ക്ക ഒന്ന് തിളച്ചൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് മീൻ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇപ്പോൾ കാണിച്ചു തരാം മീൻ. അപ്പോൾ ഇതാണ് മീൻ കേട്ടോ. ഇത് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മത്തിയാണ്. അത് ടൊമാറ്റോ സോസിനകത്തിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലൊരു 2-3 ടിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മീൻകറി സെറ്റാക്കി എടുക്കാം. അവസാനം ഞാൻ 1-ാം പാലും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ. നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വാങ്ങുന്നത് M&Sന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ആസ്ഡേയിലും അവൈലബിൾ ആണ് കേട്ടോ. വേറെ ഏതെങ്കിലും ഷോപ്പിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ ടൊമാറ്റോ സോസിൽ അയല ഇട്ടതും ഉണ്ട് കേട്ടോ. അതും നമ്മൾ വാങ്ങാറുണ്ട്. നല്ല അടിപൊളി തണുപ്പാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു ഡാൻസ് ക്ലാസ്സിന് പോവാണ് കേട്ടോ. ചുമ്മാ ഒരു എക്സസൈസ് പോലെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് പോവാം. സ്നോയല്ല, നല്ല ഫുള്ള് ഫ്രോസ്റ്റിംഗ് ആണ്. ഒന്നും കാണുമല്ല, ഭയങ്കര ഫോഗ്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ബസ്സിലൊന്നും ആരുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഇന്ന് പോകുന്നില്ലെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതാണിത്. അപ്പം ഞാൻ പോകുന്നത് ലൈൻ ഡാൻസിങ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൗൺസിലിൽ ഇവിടെ ഒരു ലെഷർ സെൻ്ററുണ്ട്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് ഡാൻസിന് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ദിവസത്തെ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ശരി, എന്തായാലും പോയി നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് ചെയ്തിട്ട് പോകാമല്ലോ. വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ച് നല്ലതാണ്. ഇവിടെ ജിമ്മ്, അതുപോലെ സ്വിമ്മിങ് ക്ലാസ്സസ്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ സുംബ ക്ലാസ് അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഒന്നിനും വന്നിട്ടില്ല. ആദ്യമായിട്ട് ബുക്ക് ചെയ്തതാണ്. ആരൊക്കെ ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടികൾ വന്ന് ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഉച്ച സമയമായി ഏകദേശം. ഞാൻ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ഇതാണ് ഡാൻസ് കളിക്കാൻ പോകുന്ന ഹാള് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേന് ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഇനി ഡാൻസ് കളിച്ചിട്ട് കാണാമേ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതലും കുറച്ച് 40-40 വയസ്സുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ അതിൽ ഇച്ചിരി ചെറുപ്പക്കാരിയായിട്ടുള്ളത്. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എൻജോയ് ചെയ്തു. 1 അവർ പോയതേ അറിഞ്ഞില്ല. സൂപ്പർ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് നേരെ പോയി ബസ് പിടിക്കണം. ഇപ്പോഴും നല്ല മഞ്ഞും മൂടി ഇരിക്കുകയുണ്ട്. ഫുൾ ആൻഡ് ഫുൾ. പക്ഷെ തണുപ്പ് അധികം ഇല്ല കേട്ടോ, കുഴപ്പമില്ല.
പക്ഷെ മൊത്തത്തിലൊരു മൂടിയിരിക്കുകയാണ്, മിസ്റ്റാണ് ഫുള്ള്. ഗുഡ്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി അടുത്ത വീക്ക് ഞാൻ ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി വീട്ടിൽ പോയിട്ട് കാണാമേ. ബൈ ബൈ. മൊത്തത്തിൽ എനിക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് നല്ല വിശന്നിട്ടാണ് കേട്ടോ. ഡാൻസ് കൂടെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായി. അങ്ങനെ വന്ന ഉടനെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വിശപ്പിൻ്റെ വിളി കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.